ജ്യോതിർഘോഷ്, നമസ്കാരം. നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഉത്സവം, അതായത് ജനാധിപത്യത്തിൻ്റെ ഉത്സവം എന്ന് പറയുന്നത്, ഫെസ്റ്റിവൽ ഓഫ് ഡെമോക്രസി, അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏതാനും കലാപരിപാടികൾ തമിഴ്നാട്ടിൽ നിന്നും ബംഗാളിൽ നിന്നും വരാനുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വെടിക്കെട്ടായിരിക്കും. ജനാധിപത്യത്തിന് മുമ്പുള്ള ഉത്സവം തീരുന്നത് വെടിക്കെട്ടോടുകൂടിയായിരിക്കും. അപ്പം നമുക്ക് ഈ ബംഗാളില് എന്താ നടക്കണേ? ബംഗാളിലെ സിറ്റുവേഷൻ എന്താണ് ജ്യോതിർഘോഷ്? ബംഗാളിൽ എനിക്ക് തോന്നുന്നു തുടക്കത്തിലെ വെടിക്കെട്ട് വിട്ടാണ് തുടങ്ങുന്നത്. കാരണം എന്ന് വെച്ചാൽ ബംഗാളിലിപ്പോൾ ഈ അവിടെ ദീദി വളരെ അസ്വസ്ഥയായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല BJP അവിടെ കഴിഞ്ഞ പ്രാവശ്യം നേടിയ വോട്ടിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ചെറിയ പെർസെൻറ്റേജിൽ നിന്ന് 3 എണ്ണത്തിൽ നിന്ന് 77 അവരുടെ അംഗസംഖ്യ ഉയർത്തി. അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് നമ്മൾ കാണേണ്ടത്. കാര്യം ആകെ ആദ്യം 3 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് BJP, അവിടെ നിന്ന് നേരെ 77 പോകുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ CPM-ൻ്റെ അവിടുത്തെ അപ്രത്യക്ഷലാകലും ഒക്കെ നമ്മൾ ആ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പൂർണ്ണ ചിത്രം നമുക്ക് വ്യക്തമാവുള്ളൂ. അപ്പോൾ അതിനകത്ത് ഈ CPM-ൽ നിന്ന് പോയവർ എങ്ങോട്ട് പോയി, നല്ലൊരു ശതമാനം CPM-ൻ്റെ മെയിനായിട്ടുള്ള ആൾക്കാർ ഈ പറഞ്ഞ പോലെ CPM എന്നുള്ള പേര് മാറ്റിയിട്ടാണ് തൃണമൂലായത്. കാര്യം അവരുടെ പൊതു സ്വഭാവം മാറുന്നില്ല. ഒരു അക്രമ രാഷ്ട്രീയം കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് ബംഗാൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ പേരുകൾ മാറിയിട്ടാണ് ഓരോരുത്തർ കുടിയേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തൃണമൂൽ നേരത്തെ അവിടെ CPM-കാർ കാണിച്ചുകൊണ്ടിരുന്ന അതേ ആക്രമണങ്ങൾ തന്നെയാണ് തൃണമൂലുകാരും കാണിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും വ്യത്യാസമൊന്നുമല്ല മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെയും. അപ്പോൾ ഇപ്പോൾ അവിടെ മമതാ ബാനർജി നേരിടാൻ പോകുന്നത് 4ാം തവണ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്. പക്ഷേ അതിനകത്താണ് 91,000, അതായത് ഏതാണ്ട് 12% വോട്ടേഴ്സ് ഈ SIR പ്രകാരം ഇതിനകത്ത് നിന്ന് ഒഴിവായിട്ടുണ്ട്. 91 ലക്ഷം വലിയൊരു എമൗണ്ടാണ്. പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ആ 91 ലക്ഷത്തിനകത്ത് നല്ലൊരു ശതമാനം സ്വാഭാവികമായിട്ടും മമതാ ബാനർജിക്ക് അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് കിട്ടേണ്ട വോട്ടുകളായിരുന്നു. കാര്യം കുടിയേറ്റക്കാർ നല്ലൊരു ശതമാനം, ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാർ നന്നായിട്ട് അതിനകത്ത് നിന്ന് മാറിയിട്ടുണ്ടാവും. പിന്നെ ഇപ്രാവശ്യം BJP രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് എങ്ങനെയെങ്കിലും അധികാരം പിടിക്കുക എന്നുള്ള ഇഷ്ടത്തിൽ. അത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുതൽ തീവ്രമായ രീതിയിൽ BJP അതിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അതിനനുസൃതമായ രീതിയിൽ ഓരോരോ സംഭവങ്ങളുണ്ടാകുമ്പം അതിന് ശേഷം ഉണ്ടായ ഒട്ടേറെ സംഭവങ്ങൾ ഇപ്പോൾ ദീദിക്കെതിരെ, കാരണം ദീദിയുടെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ബംഗാളിലെ സ്ത്രീകളുടെ വോട്ടായിരുന്നു. ആ വോട്ട് ബാങ്കിന് ഒരു വലിയ ഇടിച്ചിൽ അല്ലെങ്കിൽ ഒരു ആഘാതമേറ്റതാണ് കുറേ സംഭവങ്ങൾ. ഉദാഹരണത്തിന് RG കർ മെഡിക്കൽ കോളേജിലുണ്ടായ പെൺകുട്ടിയുടെ ആ ഒരു സംഭവം. കാര്യം അത് വളരെ പ്രകടമായി. കാര്യം ഈ കുറ്റവാളികൾ സംരക്ഷിക്കപ്പെടുന്നു, ഈ രാജ്യം മുഴുവൻ അതൊരു വലിയ കൊള്ളക്കായതിന് ശേഷമാണ് പോലീസ് പോലും ആ കേസിൽ അത്യാവശ്യം അന്വേഷണത്തിലേക്ക് പോകുന്നതും കുറ്റവാളിയിലേക്ക് അല്ലെങ്കിൽ അറസ്റ്റിലേക്കൊക്കെ നീങ്ങുന്നത്. അതിനുശേഷം പിന്നെ ഈ പറഞ്ഞതുപോലെ സന്ദേശ് ഖലി സംഭവം ഉണ്ടാവുന്നു. അപ്പോൾ അവിടെ തൃണമൂൽ കോൺഗ്രസ് MLA മന്ത്രിയായിട്ട് ഇൻവോൾവ് ആണല്ലേ? അതെ, ഷാജഹാൻ ഷെയ്ഖ് എന്ന് പറയുന്ന, അതായത് അയാളുടെ അട്രോസിറ്റി, അതായത് അവിടുത്തെ പിന്നെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുക, അവരുടെ പിന്നെ വസ്തുക്കളും വീടുകളും ആക്രമിക്കുക, അങ്ങനെയുള്ള ഭീകരമായ ഒരു ആക്രമണമാണ് ഈ സന്ദേശ് ഖലി ആക്രമണം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ തമന്ന ഷെയ്ഖിൻ്റെ കൊലപാതകം, ആ ഒരു പിന്നെ ഒരു എനിക്ക് തോന്നുന്നത് ബോംബ് സ്ഫോടനത്തിലാണെന്ന് തോന്നുന്നു ആ കുട്ടി, 10 വയസ്സുകാരി കുട്ടി മരിക്കുന്നത്. അപ്പോൾ ഈ 3 സംഭവങ്ങളുടെയും ഈ പറഞ്ഞതുപോലെ വിക്ടിംസ്, അതല്ലെങ്കിൽ അതിൻ്റെ ഈ ദുരന്തം അനുഭവിച്ച വ്യക്തികളായിട്ടുള്ള ആ സ്ത്രീകളും 3 പേരും ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. അതായത് RG കർ മെഡിക്കൽ കോളേജിൽ വിക്ടിമിൻ്റെ അമ്മ രത്നദേവ് നാഥ്, അവർ നോർത്ത് പർഗാന 24 സീറ്റിൽ മത്സരിക്കുന്നു. അതേപോലെ തന്നെ സന്ദേശ് ഖലി ആക്രമണങ്ങളുടെ വിക്ടിമായിട്ടുള്ള ഈ രേഖാ ബത്ര, അവർ ഹിൻഗൽഗഞ്ചിൽ മത്സരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ തമന്ന ഷെയ്ഖിൻ്റെ അമ്മ
സബീന യാസ്മിൻ, അവർ കാലിഗഞ്ചിൽ മത്സരിക്കുന്നു. ഇവരൊക്കെ BJP കാൻഡിഡേറ്റ്സ് ആയിരിക്കും. അല്ല, ഈ രണ്ടുപേര് അത് പിന്നെ രത്നദേബ് നാഥും രേഖ ബത്രയും BJP കാൻഡിഡേറ്റും, അതോടൊപ്പം തന്നെ സബീന യാസ്മിൻ CPM-ൻ്റെ കാൻഡിഡേറ്റുമായിട്ടാണ് മത്സരിക്കുന്നത്. പക്ഷേ ഈ CPM-ൻ്റെ കാൻഡിഡേറ്റ് സബീന യാസ്മിൻ്റെ മത്സരം പോലും BJP-യുടെ അജണ്ടയെ വളരെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ്. കാരണം ഈ 3 സ്ത്രീകളും ഈ ബംഗാളിൽ സ്ത്രീകൾ നേരിട്ട ആട്രോസിറ്റീസിൻ്റെ അല്ലെങ്കിൽ ആക്രമണത്തിൻ്റെ ഇരകളുടെ മുഖമാണ്. ഈ പിന്നെ ദീദിക്കെതിരെ അല്ലെങ്കിൽ മമതാ ബാനർജിക്കെതിരെ BJP ഉയർത്തുന്ന ഏറ്റവും വലിയൊരു ആരോപണം സ്ത്രീകൾക്ക് ബംഗാളിൽ രക്ഷയില്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ഒരു മുഖ്യ സംഗതിയായിട്ട് ഉയർത്തി കാട്ടിക്കൊണ്ടാണ് ഈ 3 സ്ത്രീകളെയും ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനകത്ത് ഈ സബീന യാസ്മിൻ പോലും BJP-യുടെ പ്രചാരണത്തിന് കാരണമാകുന്നതാണ്. CPM-ൻ്റെ കാൻഡിഡേറ്റാണ് സബീന യാസ്മിൻ. ഈ നമ്മുടെ തൃണമൂൽ കോൺഗ്രസിന് വനിതകളുടേതായ ഒരു നിര തന്നെയുണ്ട്, ശക്തിയായ നിരയുണ്ട്. ഡോള സെൻ, പിന്നെ അതേപോലെ മഹുവ മൊയ്ത്ര, പിന്നെ സാഗരിക ഇവർക്കിടെ പറയുള്ളൂ അവർ. പക്ഷെ എന്നാലും എന്താ പറയണ, ലങ്സ് പവർ ഭയങ്കരമാണ്. പിന്നെ മഹുവ മൈത്ര എന്നൊക്കെ പറഞ്ഞാൽ പാർലമെന്റിനെ എങ്ങനെ ത്രസിപ്പിക്കുന്ന അവരുടെ പ്രസംഗം കാണാൻ വേണ്ടിയിട്ട് തന്നെ ആൾക്കാർ അവരെ കവച്ചു വെക്കാനായിട്ട് ദീദിക്ക് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പടകളുള്ളതാണ്. അപ്പോൾ ഈ സ്ത്രീകളുടെ ഒരു വലിയൊരു വോട്ട് ചങ്ക് മമതയ്ക്കുണ്ടായിരുന്നതിന് അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ BJP മുഖ്യമായിട്ട് ഇതിനെതിരെ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ കുടിയേറ്റക്കാരെ ഒഴിവാക്കുന്നു ബംഗ്ലാദേശിൽ. അപ്പോൾ പ്രസംഗത്തിനകത്ത് മുഖ്യമായിട്ടൊരു പിന്നെ അമിത്ഷായ്ക്ക് വന്നപ്പോഴത്തേക്ക് പറയുന്നത് അവരോട് ബാഗ് പാക്ക് ചെയ്തുള്ളതാണ് പറയുന്നത്. ഇലക്ഷൻ കഴിഞ്ഞ് പുറത്തേക്ക് പോകാനായിട്ട് ബാഗ് തയ്യാറായിക്കോളൂ, തിരിച്ചു പോകാനായിട്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതും അവിടെ ഒരു ഇഷ്യൂ ആണ്. അത് നമുക്ക് ഇഷ്യൂ അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിലേക്ക് എടുത്ത് നോക്കുക. നമ്മുടെ കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബംഗാളിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. അല്ലേ? തീർച്ചയായും. നമ്മൾക്ക് എൻ്റെ ഈ ടൗണായ പെരുമ്പാവൂരിൽ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്. അതൊരു ബിസിനസ്സുകാരനാണ്. പെരുമ്പാവൂർ 800-900 പ്ലൈവുഡ് ഫാക്ടറീസ്. അതെ അതെ. അപ്പോൾ എൻ്റെ സുഹൃത്ത് ശശി, അദ്ദേഹം തമിഴനാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറയണത് നിയർലി 2 ലക്ഷം ബംഗാളികളുണ്ട് പെരുമ്പാവൂരിൽ. തീർച്ചയായും ബംഗാളി ഈ 2 ലക്ഷത്തിൽ അധികവും പേരും ബംഗ്ലാദേശിൽ നിന്ന് വന്നവരാണ്. അതെ. ആരോട് നമ്മളിപ്പോൾ ഇവിടെ ഉള്ള ഈ ബംഗാളീസിൻ്റെ അടുത്ത് നല്ലൊരു ശതമാനത്തിലൂടെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അഡ്രസ്സ് എവിടെയാണ്, നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ മുർഷിദാബാദ് എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? എല്ലാവരും ഏത് ബംഗാളിയോട് ചോദിച്ചു നോക്കി കഴിഞ്ഞാലും സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ മുർഷിദാബാദ്. അപ്പോൾ ഇത് നല്ലൊരു ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഈ സമീപകാലത്ത് റെയ്ഡ് നടത്തി ഒട്ടേറെ ബംഗ്ലാദേശികളെ പിടിച്ചു. അതേപോലെ തന്നെ ഇപ്പം ചില കടകളിലൊക്കെ ചെന്നിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് തിരുവല്ല എന്നുള്ള ഒരു ഹാർഡ്വെയർ ഷോപ്പിൽ നടത്തുന്നൊരു സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഈ കടയിൽ പോയിട്ട് സാധനം വാങ്ങിക്കാനായിട്ട് ചെന്ന ഒരു ബംഗാളി, അപ്പോൾ ഓണറെങ്ങാണ്ട് അയച്ചതാണ്, പണിയുടെ ഇടയ്ക്ക് ഓണർ അയച്ചതാണ് പോയി എന്തൊരു സാധനം വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഇത് എത്ര രൂപയെന്ന് ചോദിക്കാൻ അവൻ്റെ വായിൽ നിന്നറിയാതെ എത്ര ഢാക്കാന്ന് തോന്നുന്നു. എന്നിട്ട് പിന്നെ അവൻ കിടന്ന് ഉരുണ്ടു. പിന്നെ അവസാനം ഇയാൾ പിന്നെ അവിടെ ഒരു വിഷയമാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അത് എങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യാൻ പോയില്ല എന്ന് പറയുന്നു. അപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഈ ബംഗ്ലാദേശികൾ ധാരാളമുണ്ട്. അതെല്ലാം ബംഗാളിയിലോട്ടാണ് വരുന്നത്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നമ്മളിവിടെ നേരത്തെ നമുക്ക് തമിഴിനെ ആയിരുന്നു. ഇപ്പം തമിഴിനെ നമുക്ക് തെരുവുകളിൽ കാണാൻ പറ്റത്തില്ല. കാര്യം തമിഴ് തിരിച്ചുപോയി അവിടെ. കാരണം അവിടെ തമിഴ്നാട്ടിൽ അത്യാവശ്യം അവർ ഭേദപ്പെട്ട ഒരു ലെവലിലേക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങൾ മാറുകയും, അപ്പോൾ ഈ തമിഴിനെ ഈ നമ്മുടെ ജോലിക്ക് കിട്ടാതെ വരുന്നൊരവസ്ഥ. ഇപ്പോൾ അവിടെ ബംഗാളി എന്ന് പറയും. പൊതുവേ നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ഈ അതിഥി തൊഴിലാളികളെ മുഴുവൻ നമ്മൾ വിളിക്കുന്നത് ബംഗാളി എന്നാണ് വിളിക്കുന്നത്. ഏതെങ്കിലും ഒരു ബംഗാളി വിളിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് നൽകുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ വെസ്റ്റ് ബംഗാളിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അക്കാഡമിക് തലങ്ങളിലൊക്കെ ഈ വെസ്റ്റ് ബംഗാളിലെ രാഷ്ട്രീയത്തിനെ വിളിക്കുന്നത് ഫ്രാഞ്ചൈസി മോഡൽ പൊളിറ്റിക്സ് എന്നാണ് അക്കാഡമിക് തലങ്ങളിൽ വിളിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമതാ ബാനർജിയുടെ ബ്രാൻഡ് കൊടുക്കും. ഈ ബ്രാൻഡ് ഒരു ലോക്കൽ ഗുണ്ടയ്ക്ക് കൊടുക്കുകയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഷാജഹാൻ ഷെയ്ഖ് ആ പ്രദേശത്തിലെ ഏറ്റവും വലിയൊരു ഗുണ്ട നേതാവാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഈ മമതയുടെ ബ്രാൻഡ് നെയിം കൊടുക്കുകയാണ്, ഫ്രാഞ്ചൈസി ആയിട്ട് കൊടുക്കുകയാണ്. പിന്നെ അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ മമതാ ബാനർജിയുടെ തൃണമൂലിൻ്റെ കെയർ ഓഫിൽ എന്ത് വേണമെങ്കിലും ഇവിടെ നടത്താം. സ്വാഭാവികമായിട്ടും ഭരണകൂടത്തിൻ്റെ സ്വാധീനവും ഉണ്ടാവും, ഇയാളുടെ
പിടിയിലായിരിക്കും ആ പ്രദേശം മുഴുവൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫ്രാഞ്ചൈസി മോഡൽ പൊളിറ്റിക്സ് ആണ് ഇപ്പം വെസ്റ്റ് ബംഗാളിൽ കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ മമതാ ബാനർജി അടിച്ചുറപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഞാനൊരു കാര്യം ചോദിച്ചാൽ അങ്ങ് അഗ്രി ചെയ്യൂ? ചരിത്രം ആവർത്തിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങ് അതിനോട് യോജിക്കുമോ? കാരണം CPM-ന്റെ ഭരണകാലത്ത് ബംഗാളിൽ നടന്നത് ഏതാണ്ട് ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു അല്ലേ? നമ്മുടെ ഒരു മലയാളിയെ ഉദയൻ നമ്പൂതിരി എന്ന് പറഞ്ഞിട്ട് പയനീറിലൊരു അസിസ്റ്റന്റ് എഡിറ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം ബംഗാളിൽ പോയി ഈ മാർക്സിസ്റ്റ് ദുർഭരണത്തെ കുറിച്ചൊരു പുസ്തകം എഴുതിയിരുന്നു. അപ്പൊ അതിനകത്ത് ഒരു വീട്ടില് 5-6 അംഗങ്ങളെ ഉണ്ടാവുള്ളെങ്കിൽ അവിടെ വോട്ടേഴ്സ് ലിസ്റ്റില് 15 പേരുണ്ടാവും. കാരണം ആ വീട്ടിലെ പശു, കാള, പന്നി, പൂച്ച ഇതൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റില് അതുങ്ങളുടെ പേരും ചേർത്തിട്ടുണ്ടാവും. എന്നിട്ടാണ് വോട്ട് ചെയ്തവർ ജയിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് തൃണമൂലിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാണ്ട് വന്നത്. അതേ സംസ്കാരം തന്നെയാണ് ഇപ്പോഴും നടന്നത്. ഇപ്പോഴും ഈ കഴിഞ്ഞ 2 ദിവസത്തേക്ക് മുമ്പ് ബംഗാളിൽ നിന്ന് വന്നിട്ട് സുഹൃത്തുക്കളോട് സംസാരിക്കാൻ പറഞ്ഞത് അവിടെ കാര്യങ്ങളായിട്ട് മാറ്റങ്ങളൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തിരഞ്ഞെടുപ്പ് കഴിയുന്ന ദിവസം രാത്രിയിൽ ഈ അവിടെ വീടുകൾ കത്തിക്കും. വീടുകളെന്ന് പറയുന്ന സംഗതി ഈ പറഞ്ഞതുപോലെ ഈ ഷീറ്റ് ഇട്ടതൊക്കെ ആയിരിക്കും. അപ്പോൾ അത്തരമുള്ള സാധനങ്ങളായിരിക്കും കത്തിക്കുന്നത്. അതാണ് ഈ വീടുകൾ എന്ന് പറയുന്നത്. അത് പണ്ട് CPM-കാർ കത്തിച്ചിരുന്നു, ഇപ്പോൾ അത് തൃണമൂലുകാർ കത്തിക്കും. ഇത്രയും വ്യത്യാസമുള്ളൂ. അദ്ദേഹം വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ കോൺഗ്രസിന്റെ സ്ഥിതി എന്താ? കോൺഗ്രസിന്റെ സ്ഥിതിയും ഇത് തന്നെയാണ്, വളരെ പരിതാപകരമാണ്. CPM-ന്റെ കണക്കുള്ള നാമമാത്രമായിട്ടേ ഉള്ളൂ. കോൺഗ്രസിന് സാന്നിധ്യമില്ലല്ലോ. ഒരു നല്ല രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നു അവിടുന്ന്, പ്രതിപക്ഷ നേതാവായിരുന്നു ലോക്സഭയിൽ, അഹിർ രഞ്ജൻ ചൗധരി എന്ന് പറയുന്നത്. വളരെ നന്നായിട്ട് ഈ മോദി ഗവൺമെന്റിനെ ശരിക്കും അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തോറ്റുപോയി. അപ്പോൾ ബംഗാളിൽ നിന്നുള്ളൊരു ആ ഒരു സാന്നിധ്യം നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ആകെ മമത മാത്രമേ. പിന്നെ മെഹബൂബ മൊയ്ത്രയും സാഗരിക ഘോഷും ഒറിക് ഡെബ്രേനൊക്കെയാണ് ഒരു കാലത്ത് ബംഗാളിലെ രാഷ്ട്രീയക്കാരെ എല്ലാവരും വിളിച്ചതൊരു പേരുണ്ട്, ഭദ്രലോക് എന്നാണ് വിളിച്ചത്. ജ്യോതി ബസു, അതല്ലെങ്കിൽ നമ്മുടെ മറ്റേ ഭട്ടാചാര്യ, ഇവരൊക്കെ അറിയപ്പെടുന്ന ഭദ്രലോക്. സിദ്ധാർത്ഥ ശങ്കർ ഒക്കെ വളരെ മാന്യതയുടെ ഇവിടം തൊട്ട് അങ്ങേ അറ്റം വരെ കുലീനത്വം പുലർത്തിയിരുന്ന രാഷ്ട്രീയക്കാരായിരുന്നു. അതല്ല, അത് പിന്നെ ഒരു ദേശീയ സമരത്തിന്റെ തുടർച്ചയായിട്ട് വന്നിരുന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ഇപ്പോൾ അവിടെ സംഭവിക്കുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷിഫ്റ്റാണ്. പക്ഷേ അതുകൊണ്ടൊരു ക്വാളിറ്റേറ്റീവായിട്ടൊരു മാറ്റം നമുക്ക് ബംഗാളിൽ പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എന്നാലും മമത ഈ പറഞ്ഞതുപോലെ ശക്തമായ, കാരണം അവരുടെ ബേസിലേക്ക് അവരുടെ ഏറ്റവും നേരിടുന്ന ഒരു ഭീഷണി എന്ന് പറയുന്നത് സ്ത്രീകളുടെ വോട്ട് കാര്യമായിട്ട് കുറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമത് ഈ 91 ലക്ഷം വോട്ട് ഈ SIR വന്നിട്ട് മാറിയതും അവരെ ദോഷമായിട്ട് ബാധിക്കും. അതേസമയത്ത് BJP അതിശക്തമായ രീതിയിലാണ് ഈ എല്ലാ സംഭവങ്ങളും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സന്ദേശ് ഖലീലൊക്കെ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ എത്തിയിട്ടുണ്ടായി. പിന്നെ അതുപോലെ തന്നെ ഇപ്രാവശ്യം കഴിഞ്ഞ ഈ സമീപകാലത്തുണ്ടായ ഒട്ടേറെ സംഭവങ്ങളെല്ലാം മമതയ്ക്ക് പ്രതികൂലമായിട്ടുള്ളതാണ്. ഇപ്പം മാൽഡയിൽ പിന്നെ സുപ്രീം കോടതി ജഡ്ജിമാർ പോയപ്പോൾ അവരെ തടഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതി, അതുപോലെ തന്നെ CBI അറസ്റ്റ് ചെയ്യാൻ സ്റ്റേറ്റ് പോലീസ് വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ സംഭവങ്ങൾ ഇതെല്ലാം കൂടെ ഈ പറഞ്ഞ പോലെ അടിഞ്ഞുകൂടി ഈ ഒരു അവസ്ഥയിൽ എനിക്ക് തോന്നുന്നു പിന്നെ മമതയുടെ കാര്യം അവിടെ പരുങ്ങലിലാണ്. പക്ഷെ എന്നാലും മമത ആയതുകൊണ്ടും തൃണമൂലായതുകൊണ്ടും നമുക്ക് ഒരിക്കലും ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏതാണ് 130-140 ഉദ്യോഗസ്ഥന്മാരെ, ചീഫ് സെക്രട്ടറി, DGP, ലോ ആൻഡ് ഓർഡർ, കൽക്കത്ത പോലീസ് കമ്മീഷണർ, IG ഇന്റലിജൻസ്, ADGP ഇന്റലിജൻസ് തൊട്ട് എല്ലാവരും ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. ഇതൊരു വളരെ ഞെട്ടിക്കുന്ന സംഭവമാണ്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് BJPക്ക് ഉള്ളത്, അവർക്കൊരു നല്ല പ്രതിപക്ഷ നേതാവുണ്ട്, സുവേന്ദു അധികാരി എന്ന് പറഞ്ഞിട്ട്. അയാൾ വളരെ ആക്റ്റീവ് ആട്ടോ. കഴിഞ്ഞ 5 വർഷം അയാള് ഭവാനിപ്പൂരിൽ സുവേന്ദുവാണ് മമതയ്ക്കെതിരെ മമതയുടെ പഴയ കളിയാണ്. അപ്പോൾ ഏതായാലും മാറ്റം പ്രതീക്ഷിക്കാമോ ബംഗാളിൽ നമുക്ക്? കാരണം BJPയുടെ ഒരു വളർച്ചയുടെ ഗതിയും തൃണമൂലിൻ്റെ ഒരു നേരിടുന്ന പ്രതിസന്ധികളും ഈ SIRും എല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും മമത ജയിക്കുകയാണെങ്കിലും വളരെ നേരിയ ഭൂരിപക്ഷത്തിന് ജയിക്കാനും സാധ്യതയുള്ളൂ. ഈ കോൺഗ്രസ് CPM അത് കാര്യമില്ല, കഴിഞ്ഞില്ലേ, കാലഹരണപ്പെട്ടു പോയ കോൺഗ്രസിനെയും CPM ഒരു ചർച്ചയിലേക്ക് വരുന്ന പോലും ഇല്ല. ഏതായാലും ഇനിയുള്ള ദിവസങ്ങൾ വളരെ കൗതുകരമായിരിക്കും. പ്രത്യേകിച്ച് ബംഗാൾ ഇലക്ഷൻ റിസൾട്ട് ഇത്തവണ
എന്താ പറയുക, രണ്ടു കൂട്ടരും കേരളത്തിൽ 10 വർഷത്തെ മാർക്സിസ്റ്റ് ഭരണവും ബംഗാളിൽ 15 വർഷത്തെ തൃണമൂൽ ഭരണവും മാറുമോ ഇല്ലയോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു ജ്യോതിർഘോഷ്, താങ്ക് യു ഫോർ ദി വണ്ടർഫുൾ ഇൻഫർമേഷൻ. താങ്ക് യു.